ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും വയനാട്ടിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി കൂടിയായ കെ സുരേന്ദ്രൻ ഇപ്പോൾ 24-നോടൊപ്പം ചേരുകയാണ്. സുൽത്താൻ ബത്തേരിയുടെ പേരിലാണ് ഇപ്പോൾ പുതിയൊരു വിവാദം ഉണ്ടായിരിക്കുന്നത്. എന്താണ് അത്തരത്തിലുള്ള പ്രതികരണം താങ്കളുടെ ഭാഗത്തുനിന്ന് വരുന്നത്? അതിലെന്താണ് ഒരു പുതിയ കാര്യമല്ലെന്ന്? ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? ടിപ്പു സുൽത്താൻ വരുന്നതിന് വേണ്ടി അവിടെ ആ ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ? ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് ആക്രമിക്കുന്നതിന് മുമ്പ് അവിടുത്തെ ജനങ്ങളുണ്ടായിരുന്നില്ലേ? ആ സ്ഥലത്തിനൊരു പേരുണ്ടായിരുന്നില്ലേ? എന്താണ് ടിപ്പു സുൽത്താൻ അവിടെ വയനാട്ടുകാർക്ക് പ്രാധാന്യം? ടിപ്പു സുൽത്താൻ ഒരു കൊള്ളക്കാരനാണ്. അദ്ദേഹം എത്രയോ ക്ഷേത്രങ്ങൾ തകർത്തു, എത്രയോ ഹിന്ദുക്കളെ മതം മാറ്റി. ഇതൊക്കെ ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ്. ആ സ്ഥലത്തിൻ്റെ പേര് ഗണപതി വട്ടം എന്നായിരുന്നു. അതേ ഞാൻ പറഞ്ഞുള്ളൂ. എന്തിനാണ് UDF-ഉം LDF-ഉം ടിപ്പു സുൽത്താൻ്റെ പിന്നാലെ പോകുന്നത്? ടിപ്പു സുൽത്താൻ മലയാളികൾക്ക് കേരളീയർക്ക് വേണ്ടപ്പെട്ട ആളാണോ? അതെന്തിനാണ് ഈ വിവാദം? LDF-ന്റെ UDF-ന്റെ പ്രധാന ആരോപണം വികസനത്തെക്കാൾ ഉപരി ഈ സ്ഥലങ്ങളുടെ പേര് മാറ്റുന്നതിലാണ് BJP-യുടെ. വികസനം ഒന്നും കൊണ്ടുവരാത്ത ആളാണ് രാഹുൽ ഗാന്ധി. തിരിഞ്ഞു നോക്കാത്ത ആളാണ് രാഹുൽ ഗാന്ധി. ഞാൻ അതെല്ലാം അവിടെ കൃത്യമായി പ്രചാരണം നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. പക്ഷേ എല്ലാവരും വിഡ്ഢികളാണെന്ന് UDF-ഉം LDF-ഉം വിചാരിക്കണം. ടി സിദ്ദിഖ് പറയുന്നു BJP വയനാട്ടിൽ 3-ാം സ്ഥാനത്ത് പോകും. അങ്ങനെ ജയിക്കില്ലാത്ത ഒരാളാണ് ഇത്തരത്തിലുള്ള ആരോപണം. എന്തിനാണ് പിന്നെ പേടിക്കുന്നത് തന്നെ? ഞാൻ ജയിക്കില്ല, 3-ാം സ്ഥാനത്ത് പോവുകയാണെങ്കിൽ എൻ്റെ പിന്നാലെ എന്തിനാണ് സിദ്ദിഖ് വരുന്നത്? ഈ പ്രചാരണങ്ങളെല്ലാം എന്തിനാണ് നടത്തുന്നത്? സിദ്ദിഖിന് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. തീർച്ചയായിട്ടും സുൽത്താൻ ബത്തേരിയുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് സംസ്ഥാന BJP അധ്യക്ഷൻ കൂടിയായ കെ സുരേന്ദ്രന്റെ പ്രതികരണം. രാജേഷ് വെള്ളിരിക്കുണ്ടിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. രാഹുൽ സുരേഷുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതേ വിഷയത്തിൽ സംസാരിച്ചു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട് തുടരുന്നുണ്ട്. സുർജിത്ത്, കെ സുരേന്ദ്രൻ ആവർത്തിക്കുന്നത് ഗണപതി വട്ടം എന്നതാണ് പേര്. ആ പേര് ടിപ്പു സുൽത്താൻ വരുന്നതിന് മുൻപുള്ള പേരാണ്. അത് അധിനിവേശത്തിന്റെ ഭാഗമായി വന്ന പേരുമാറ്റമാണ് സുൽത്താൻ ബത്തേരി. എന്തിനാണ് നമ്മൾ ടിപ്പു സുൽത്താൻ അംഗീകരിക്കുന്നത് മലയാളികൾ എന്നൊക്കെയാണ് അദ്ദേഹം ഈ വിഷയത്തെ സ്പർശിച്ചുകൊണ്ട് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ. ഇത് വയനാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറാൻ സാധ്യതയുണ്ടോ? എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട് ഗോപി. കാരണം പ്രധാനമായും ഇതിനെതിരെ കൃത്യമായ ഒരു വിമർശനം UDF-ന്റെ ഭാഗത്തുനിന്ന് വന്നു. ഇപ്പോൾ CPI-ന്റെ പ്രതിനിധിയാണ് ഇവിടുത്തെ നഗരസഭാ ചെയർമാനായിട്ടുള്ള രമേശ് ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ബോധപൂർവം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, മനുഷ്യരെ വിഭാഗീയമായി തിരിക്കാനുള്ള അതിന്റെ അത്തരത്തിൽ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇത് എന്നുള്ള തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്. കാലങ്ങളായി, അതായത് വളരെ കാലമായി ഉപയോഗിക്കുന്ന പേര് തന്നെയാണ് ഈ സുൽത്താൻ ബത്തേരി എന്നുള്ള പേര്. അതായത് ഈ ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തിന്റെ ഭാഗമായി അതിന് തുടർച്ചയായാണ് ഇങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളതെന്ന് ചരിത്രപരമായി തന്നെ പരിശോധിച്ചാൽ വ്യക്തമാകും എന്നുള്ളതാണ് ഇവർ വാദിക്കുന്നത്. അതിനു മുമ്പ് പല പേരുകളും ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അതെല്ലാ ഇടങ്ങളിലുമുള്ള പോലെ തന്നെയായിരുന്നു ഇത്. പല നാടിനും പല പേരുകളായിരുന്നു. കാലോചിതമായി പേരുകൾ മാറി മാറി വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ പേര് തന്നെ നിലനിൽക്കും എന്നുള്ള അഭിപ്രായമാണ് പൊതുവെ ഉയർന്നു വരുന്നത്. മാത്രമല്ല ഇവിടെ സുരേന്ദ്രൻ ഇത് പറഞ്ഞിരിക്കുന്നത് എന്തായാലും MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടാൽ സ്വാഭാവികമായും ആ ഒരു പേരുമാറ്റം ഗണപതി വട്ടം എന്നുള്ള പേരിലേക്ക് എത്തും എന്നുള്ള തരത്തിലുള്ള ഒരു നിലപാടാണ്. അതിന് മോദി സർക്കാരിന്റെ സഹായത്തോടു കൂടി അത് നടപ്പിലാക്കും എന്നുൾപ്പെടെയുള്ള പ്രഖ്യാപനമാണ് നടത്തിയത്. സ്വാഭാവികമായും അത് ഒരു തരത്തിലും ഇവിടെ കെ സുരേന്ദ്രൻ ജയിക്കില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ടി സിദ്ദിഖിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരാളുടെ പ്രസ്താവന മാത്രമായി ഇതിനെ കാണേണ്ടതുള്ളൂ എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഏതായാലും കെ സുരേന്ദ്രൻ പുതിയ ഒരു വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നു. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി അത് ഗണപതി വട്ടമാക്കും എന്നാണ് കെ സുരേന്ദ്രന്റെ പരാമർശം. അത് വലിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നു.